അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വിശ്വാസികളെ മർദ്ദിച്ച് സക്രാരിയിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ കുർബാന കവർന്ന് അക്രമി സംഘം. ദുഃഖശനിയാഴ്ച പുലർച്ചെ മെക്സിക്കോയിലെ ടാക്സ്കാല രൂപതയിലെ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശ്വാസികളെ മർദ്ദിച്ച ശേഷമാണ് സക്രാരിയിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ കുർബാനയും വിലപിടിപ്പുള്ള വസ്തുക്കളും കവർന്നത്. ചാപ്പലിൽ പ്രാർത്ഥിക്കുകയായിരുന്ന വിശ്വാസികളെ അക്രമികൾ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇവരുടെ പക്കലുണ്ടായിരുന്ന പണവും മറ്റ് സാധനങ്ങളും കവർന്ന ശേഷം കുസ്തോദിയും വിശുദ്ധ കുർബാനയും മോഷ്ടിച്ച് സംഘം കടന്നുകളയുകയായിരുന്നു. തലശ്ശേരി അതിരൂപതയിൽ വിശ്വാസത്തിന്റെ കരുത്തു പകരാൻ കുട്ടികൾക്കായി നടത്തുന്ന വിശ്വാസോത്സവത്തിന് തുടക്കമായി. പേരാവൂർ ആർക്കിയെപ്പിസ്കോപ്പൽ ചർച്ചിൽ നടന്ന അതിരൂപത തല ഉദ്ഘാടനം മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി നിർവഹിച്ചു. ആധുനിക ലോകത്ത് കുട്ടികൾ നേരിടുന്ന മാനസികമായ വെല്ലുവിളികളെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ മോൺസിഞ്ഞോർ സംസാരിച്ചു. നിരാശയിലേക്കും നിരീശ്വരവാദത്തിലേക്കും നയിക്കുന്ന കെണികളിൽ പെട്ടുപോകാതെ കുട്ടികൾ പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രകാശമായി മാറണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ വർഷത്തെ പ്രത്യേക പ്രമേയമായ സമുദായ ശാക്തീകരണ വർഷം ആസ്പദമാക്കി തയ്യാറാക്കിയ 5 പാഠപുസ്തകങ്ങളുടെ പ്രകാശനം ചടങ്ങിൽ നടന്നു. ഫാദർ മാത്യു തെക്കേമുറി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അതിരൂപത മതബോധന ഡയറക്ടർ ഡോക്ടർ ആന്റണി കിടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. പരീക്ഷണങ്ങൾക്കിടയിലും ക്രിസ്തു പുതുജീവൻ നൽകുകയാണെന്ന് ഇറാനിലെ ഏക ലത്തീൻ അതിരൂപതയായ ടെഹ്റാൻ ഇസ്ഫഹാന്റെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡൊമിനിക് മാത്യു. ഇറാനിലും മധ്യപൂർവേഷ്യയിലും യുദ്ധം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇക്കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ കർദിനാൾ പ്രത്യാശ നിർഭരമായ സന്ദേശം പങ്കുവച്ചത്. രാജ്യത്തെ ജനത കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം ഇറാനിയൻ ക്രിസ്ത്യാനികൾക്ക് വർത്തമാനകാല പരീക്ഷണങ്ങൾ സഹിക്കാൻ സഹായിക്കുമെന്ന് ടെഹ്റാനിലെ കർദിനാൾ ആർച്ച് ബിഷപ്പ് പ്രത്യാശ പ്രകടിപ്പിച്ചു. സ്പെയിനിലെ സാൻ സെബാസ്റ്റ്യൻ നഗരത്തിൽ അരനൂറ്റാണ്ടിന് ശേഷം നടന്ന ദുഃഖവെള്ളി പ്രദക്ഷിണം വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 50 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച ഈ ചരിത്രപരമായ ചടങ്ങിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് തെരുവുകളിൽ അണിനിരുന്നത്. നഗരത്തിന്റെ ക്രൈസ്തവ പാരമ്പര്യവും വിശ്വാസവും പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള അവസരമായാണ് പ്രാദേശിക സഭ ഇതിനെ വിഭാവനം ചെയ്തത്. നിശബ്ദതയിലും പ്രാർത്ഥനാപൂർവമായ അന്തരീക്ഷത്തിലും നടന്ന ഈ പ്രദക്ഷിണം 5 പതിറ്റാണ്ടുകളായി നിലച്ചുപോയ ഒരു വലിയ ആത്മീയ പാരമ്പര്യത്തിന്റെ വീണ്ടെടുപ്പായി മാറി. സഭയുടെയും വിശ്വാസികളുടെയും കഠിനാധ്വാന ഫലമായാണ് ഈ വിശുദ്ധ ചടങ്ങ് വീണ്ടും വിജയകരമായി സംഘടിപ്പിക്കാൻ സാധിച്ചത്. ദാരിദ്ര്യത്തോടും അജ്ഞതയോടും പൊരുതി പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ടിമോർ ലെസ്റ്റയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളുമായി കത്തോലിക്ക സന്യാസിനികൾ. വിനിലാലയിലെ മരിയ ഓക്സിലായുഡോറ ക്ലിനിക് കേന്ദ്രീകരിച്ച് ഡോട്ടേഴ്സ് ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് എന്ന സന്യാസിനി സമൂഹമാണ് കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ സജീവമായി രംഗത്തുള്ളത്. മുലപ്പാലിന് ശേഷം കുട്ടികൾക്ക് നൽകേണ്ട ഭക്ഷണത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ചില പ്രത്യേക ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് നൽകാൻ പാടില്ലെന്ന ഗോത്രവർഗ്ഗക്കാരുടെ തെറ്റായ വിശ്വാസങ്ങളുമാണ് പ്രധാന വെല്ലുവിളി. മുതിർന്നവർക്ക് ബോധവൽക്കരണം നൽകാൻ ആദ്യം ശ്രമിച്ചുവെങ്കിലും പാരമ്പര്യ വിശ്വാസങ്ങളിൽ ഉറച്ചുനിന്ന അവർ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഇതോടെയാണ് കുട്ടികളിലൂടെ മാറ്റം കൊണ്ടുവരാൻ സിസ്റ്റർമാർ തീരുമാനിച്ചത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.